കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമത്തിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്ത്. സംഭവ സമയത്തെ തെളിവുകൾ പുറത്തുവിട്ട് കുടുംബം. പുറത്തുവിട്ടത് യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യം. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്നെ സംസാരിക്കാന്ന്. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. ഒച്ചുണ്ടാക്കി നിന്നെ മാനം പോകും. കൂടുതൽ വിശദാംശങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, എന്താണ് ഈ സംഭവം? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന, അങ്ങേയറ്റം രോഷം മനസ്സുകളിൽ ജനിപ്പിക്കുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുക്കത്തിനടുത്തുള്ള മാമ്പറ്റയിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച സങ്കേതം എന്ന ഹോട്ടലിലെ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിനിയായിട്ടുള്ള ജീവനക്കാരിക്കാണ് ഈ ഒരു ദുരനുഭവം ഹോട്ടൽ ഉടമയിൽ നിന്നും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ ഹോട്ടൽ അധികൃതർ ഈ പെൺകുട്ടി കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയതുമായി ബന്ധപ്പെട്ട് താഴേക്ക് വീണ് പരിക്കേറ്റു എന്ന തരത്തിലായിരുന്നു വ്യാഖ്യാനം ചമച്ചിരുന്നത്. എന്നാൽ ഹോട്ടൽ ഉടമ ഉപദ്രവിക്കാൻ വന്നപ്പോൾ താഴേക്ക് ചാടി എന്ന് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴാണ് ഏറെ ഞെട്ടലുളവാക്കുന്ന, വേദനിപ്പിക്കുന്ന ഈ രംഗങ്ങൾ. ആ പെൺകുട്ടിയുടെ നിലവിളി നമ്മുടെ എല്ലാം മനസ്സിനെ, നെഞ്ചിനെ പൊള്ളിപ്പിക്കുന്നുണ്ട്. അത്രയധികം ഹീനമായൊരു കൃത്യം ഹോട്ടലുടമ ദേവദാസിൻ്റെയും ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവരുടെ എല്ലാം നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഹോട്ടലുടമ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പെൺകുട്ടി ഓൺലൈൻ ഗെയിമിംഗ് ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇയാൾ അരികെ വന്ന് പെൺകുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ച് ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സഹകരിച്ചില്ലെങ്കിൽ നിന്റെ മാനം പോകുമെന്ന ഒരു നിഷ്ഠൂരമായ വാചകം അയാളിൽ നിന്നുണ്ടാകുന്നു. അങ്ങേയറ്റം വലിയൊരു നരാധമനായി ഈ സങ്കേതം ഹോട്ടലിൻ്റെ ഉടമ ദേവദാസ് എന്നയാൾ നടത്തിയ ക്രൂരമായ ഒരു കൃത്യം അതിൻ്റെ തെളിവാണ്. അതായത് ആ സമയത്ത് ഗെയിം കളിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൻ്റെ ക്യാമറ റെക്കോർഡിംഗ് ഓണായിരുന്നു. ആ ഓണായത് ഇന്നൊരു തെളിവായി, ഡിജിറ്റൽ തെളിവായി നമ്മുടെ മുൻപിൽ വരുന്ന സമയത്ത്, പുറത്തു വരുന്ന സമയത്ത് ആ പാവം പെൺകുട്ടി നേരിട്ട ഹീനമായ ഉപദ്രവം അത് എത്രമാത്രം വലുതാണ് എന്ന് തെളിയിക്കുന്നതാണ്. ആ ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുമ്പോൾ അത് അങ്ങേയറ്റം വലിയൊരു നൊമ്പരമായി, രോഷമായി നമ്മുടെ മനസ്സിലും അലയടിക്കുകയാണ്. ആതിര, പുറത്തുവിട്ടത് യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഈ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണുള്ളത്? അതുപോലെ തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഈ പെൺകുട്ടിയുടെ പരാതിയിൽ മുക്കം പോലീസ് ഹോട്ടലുടമ ദേവദാസിനും റിയാസ്, സുരേഷ് എന്നിവർക്കെതിരെയും കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അത് ഈ മുകളിൽ നിന്ന് ചാടി അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്നത് മാത്രമാണ്. എന്നാൽ അതിനേക്കാൾ ഗൗരവകരമായ രീതിയിലാണ് സംഭവം നടന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ. ഈ പെൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ ഒരു തൊഴിലുടമ എന്ന് പറയുന്നത് തൊഴിലിടത്തിൽ ഒരു പെൺകുട്ടിക്ക്, ഒരു യുവതിക്ക് ഒരു കൃത്യമായ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടയാളാണ്. അയാളിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു അധമമായ ഒരു പെരുമാറ്റമുണ്ടാകുന്നു, ഹീനമായ പെരുമാറ്റമുണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതും അതിനേക്കാൾ രോഷമുണർത്തുന്നതുമായ ഒരു കാര്യമാണ്. നേരത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള യുവതി മൊഴി എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ റിയാസ്? അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന്റെ അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ്. നിലവിൽ പെൺകുട്ടിയുടെ മൊഴി എന്ന് പറയുന്നത് തന്നെ ഹോട്ടലുടമ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ താഴേക്ക് ചാടി എന്നുള്ളതാണ്. രക്ഷപ്പെടാനായി ആണ് താഴേക്ക് ചാടിയത്. എന്നാൽ അതിൽ ആ സമയത്ത് വീണ് പരിക്കേൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആ യുവതിയുടെ മൊഴി സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ കുടുംബം പുറത്തുവിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ദേവദാസ് അടക്കമുള്ളവർ കേസെടുത്തതല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് അടക്കം പോലീസ് കടക്കാതിരുന്നപ്പോൾ ഉള്ള കുടുംബത്തിൻ്റെ പ്രതികരണം കൂടിയായിരിക്കാം. കാരണം ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന രീതി ഉണ്ടാകരുത് എന്നൊരു സന്ദേശം കൂടിയാണ് ഈ ഒരു വീഡിയോ ദൃശ്യം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി പോലീസ് ഇടപെടണം. പോലീസ് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രമാത്രം വലുതായിരിക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിന് വേറെ സ്ത്രീകളും അവിടെ ജോലി ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ യുവതി മാത്രമാണോ? മറ്റാരൊക്കെയാണ് അവിടെ ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? മറ്റ് പൂർണ്ണമായ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ദൃശ്യങ്ങൾ സംബന്ധിച്ച്, ഈ സംഭവം സംബന്ധിച്ച വിശദാംശങ്ങൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ
കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വ്യക്തമാകണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അത് പോലീസ് അന്വേഷണത്തിലൂടെ തന്നെ കൈവരേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ പെൺകുട്ടി അവിടെ പീഡന ശ്രമത്തിനിരയായി ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴിതാ തെളിഞ്ഞിരിക്കുന്നു. ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നാണ് കർശന നടപടി ഉണ്ടാവേണ്ടത്. ശരി റിയാസ്, കോഴിക്കോട് മുക്കത്താട പീഡന ശ്രമത്തിനിടെ യുവതി കെട്ടിടത്തിൽ നിന്നും ചാടിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവ സമയത്തെ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് കുടുംബം. പുറത്തുവിട്ടത് യുവതിയെ ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KMR.